നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ തുടർച്ചയായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രാജുവലി അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. വൈ? എനർജി നഷ്ടപ്പെടുന്നുകൊണ്ടാണോ? ലെറ്റ് us ചെക്ക് ഇറ്റ് ത്രൂ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ജർമ്മനിക്കാരനായ ജൂലിയസ് റോബർട്ട് മേയർ എന്ന ഡോക്ടറാണ് ആദ്യമായിട്ട് ഊർജ്ജ സംരക്ഷണ നിയമം മുന്നോട്ട് വയ്ക്കുന്നത്. രോഗികളിലെ ശരീര താപനില നിയന്ത്രിക്കാൻ രക്തം ഓക്സിജൻ്റെ അളവിനെ കൺട്രോൾ ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ഇത് മുന്നോട്ട് വെച്ചത്. പിന്നീട് ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനെ പോലെയുള്ള പ്രഗത്ഭരായ ഫിസിസിസ്റ്റുകൾ അതിനെ വിപുലപ്പെടുത്തുകയും ചെയ്തു. യെസ്, എന്താണ് എനർജി കൺസർവേഷൻ ലോ? ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. പകരം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനേ കഴിയുള്ളൂ എന്നാണ് ഊർജ്ജ സംരക്ഷണ നിയമം പറയുന്നത്. ഇവിടെ ഊഞ്ഞാലാടുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം ഊഞ്ഞാലിൻ്റെ കൈനറ്റിക് എനർജി ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടുകയും ചെയ്യുന്നുണ്ട്. ഫൈനലി കൈനറ്റിക് എനർജി 0 ആകുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ മാക്സിമം ആകുന്നു. അതുകൊണ്ട് തന്നെ എനർജി നഷ്ടപ്പെടുന്നതല്ല ഊഞ്ഞാൽ റെസ്റ്റിലാവാനുള്ള കാരണം, മറിച്ച് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്.